ഈ വിദ്യാഭ്യാസ മേഖലയിൽ എങ്ങനെയാണ് എഐന്റെ ഇടപഴകൽ എങ്ങനെയാണ് വരിക? ഭാവിയിൽ എന്താണ് അതിന്റെ പ്രസക്തി? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുന്ന വലിയൊരു ഇമ്പാക്ട് ലേണിംഗ് ആൻഡ് ടീച്ചിങ് മെത്തേഡിൽ വരും എന്നുള്ളതാണ്. നമ്മൾ ഒരു കാലഘട്ടത്തിൽ നമ്മൾ 3 കാര്യങ്ങളാണ് ഒരു മനുഷ്യന്റെ നിലനിൽപ്പെന്ന് നമ്മൾ മറ്റുള്ളതിൽ നിന്ന് ഡിഫറൻസ് ആയി മാറും. 1 ഇൻഫോർമേഷൻ ആണ്, 2 നോളജ് ആണ്, 3 സ്കില്ലാണ്. ഇത് 3ലുമാണ് മനുഷ്യർ നിലനിൽക്കുന്നത്. ഇപ്പൊ ഒന്നാമത്തത് ഇൻഫോർമേഷന്റെ കാര്യം എടുക്കാം. ഇൻഫോർമേഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് പണ്ട് കാലഘട്ടങ്ങളിൽ സ്കേഴ്സിറ്റി ഓഫ് ഇൻഫോർമേഷന്റെ ലഭ്യത കുറവ്. പണ്ടുള്ള ആളുകൾ ലൈബ്രറികളിലൊക്കെ പോകും, ടീച്ചേഴ്സിന്റെ അടുത്ത് പോകും, അങ്ങനെ ഇൻഫോർമേഷൻ തേടി നടക്കുകയാണ്. അതേസമയത്ത് ഇന്നത്തെ നമുക്കുള്ള ഏറ്റവും നല്ലൊരു ബ്ലെസ്സിങ് എന്താണ്? നമുക്ക് എന്തും ഏതും ഗൂഗിളിനോട് ചോദിച്ചാൽ ഇതിനു വേണ്ടി അപ്പം ഇമ്പാർട്ടിങ് ഇൻഫോർമേഷൻ എന്ന് പറയുന്ന വിദ്യാഭ്യാസ രീതി, പണ്ട് ഇൻഫോർമേഷൻ ആണ് നമുക്ക് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ തന്നിരുന്നത്. ഇന്ന് നമുക്ക് അതിന്റെ ഒരു ആവശ്യമില്ല. ഇന്ന് നേരെ ഗൂഗിളിനോട് ചോദിച്ചാൽ ഇത്. പക്ഷെ ഗൂഗിളിനൊരു നെഗറ്റീവ് ഉണ്ട്, ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഗൂഗിൾ ഒരുപാട് ലിങ്കുകളാണ് തരിക. ആ ലിങ്കുകളിൽ നിന്ന് പലർക്കും എന്താണ് വേണ്ടതെന്ന ഐഡിയലി അതിന് ഒരു ഇന്റലിജൻസ് വേണം എന്നുള്ളതാണ്. അതായിരുന്നു ഗൂഗിളിന്റെ ഏറ്റവും വലിയ ലിമിറ്റേഷൻ. എന്നാൽ ഒരു നോളജ് എന്ന് പറയുന്ന, അറിവ് എന്ന് പറയുന്നത്, ഒരു വ്യക്തിയോട് ഒരു കാര്യം ചോദിക്കുമ്പോൾ അതിനുത്തരം ഒരുപാട് ലിങ്ക് തരാണ്ട് അതിനുത്തരം മാത്രം പറഞ്ഞു തന്നാൽ മതി എന്നുള്ളതിനെയാണ് നോളജ് എന്ന് പറയുന്നത്. ഈ നോളജിനെ ആര് ഡിസ്റപ്റ്റ് ചെയ്തു? നമ്മുടെ വാട്സപ്പിലെ മെറ്റ, ചാറ്റ് GPT, ഡീപ് സീക്ക്. അവിടെയൊക്കെ എന്താ സംഭവിക്കുന്നത്? ഒരു ചോദ്യം ചോദിച്ചാൽ ഒരു ഉത്തരം എന്നുള്ളതാണ്. അത് ഏത് രീതിയിലും ഇപ്പം നോളജ് എന്ന് പറയുന്നതിന്റെ ഡിസ്റപ്ഷൻ ആണ് നടക്കുന്നത്. അപ്പം നമ്മൾ എല്ലാവരും തന്നെ നോളജ് എക്കോണമിയിൽ വർക്ക് ചെയ്യുന്നവരാണ്, നോളജ് കൊണ്ട് വർക്ക് ചെയ്യുന്നവരാണ്. അപ്പൊ ഈ ഏരിയയിലൊക്കെ വളരെയധികം വലിയ ഡിസ്റപ്ഷൻ ആണ് വരുന്നത്. ഇപ്പം ട്രഡീഷണൽ നമ്മൾ പഠിക്കുന്ന രീതി, ഇപ്പൊ ലോകത്തെ ഡ്രൈവ് ചെയ്യുന്ന 2 കാര്യങ്ങളാണ്. 1 നോളജ്, 2 ക്യാപിറ്റൽ. ഈ നോളജ് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട്, ഇപ്പം ഞാനൊക്കെ ഹാർവാർഡിൽ പോയിട്ട് കഷ്ടപ്പെട്ട് അമേരിക്കയിൽ പോയി അവിടെ കാര്യങ്ങൾ, ഇന്ന് ആ ഹാർവാർഡിലും MITയിലും കിട്ടുന്നത് നമ്മളെ ഫിംഗർ ടിപ്പിൽ ഇന്നത്തെ കുട്ടികൾക്ക് എന്താണ്? ഫ്രീ ആയിട്ട്. ഇപ്പൊ നോളജിന് വേണ്ടിട്ടോ ഇൻഫോർമേഷന് വേണ്ടിട്ടോ എവിടെ പോകേണ്ട ആവശ്യമില്ല, എവിടെയും പോകേണ്ട, ഫിംഗർ ടിപ്പിൽ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് സ്കില്ലുകളാണ്. ഇപ്പോ സ്കില്ല് എന്ന് പറഞ്ഞാൽ നമുക്ക് നീന്തം അറിയാം, നമുക്ക് ഡ്രൈവിംഗ് അറിയാം, നമുക്ക് പ്ലംബിംഗ് അറിയാം, നമുക്ക് ആശാരിപ്പണി അറിയാം. ഇതിനെങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്? ഭാവിയിൽ, ഇമ്മീഡിയറ്റ് അല്ല, ഞാൻ കുറച്ചും കൂടി ഫാർ ആയിട്ട് പറയുന്നുള്ളൂ, ഇമ്മീഡിയറ്റ് പോലെ എന്നില്ലെന്നാണ് ഞാൻ പറയാം. ഇപ്പോൾ എലോൺ മസ്കിന്റെ ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസിനെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണും. ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തലയിൽ ചിപ്പ് വെക്കുന്ന ഒരു കാര്യം. ഈ നമ്മുടെ എലോൺ മസ്ക് നമുക്ക് ആദ്യം അത് കാണിച്ചു തന്ന, പുള്ളിയുടെ കമ്പനിയുടെ പേര് ന്യൂറ ലിങ്ക് എന്ന് പറയുന്ന കമ്പനിയാണ് ഇത് ചെയ്യുന്നത്. ആദ്യം പുള്ളി നമുക്ക് അത് പന്നിയിൽ കാണിച്ചു തന്നു, ഡെമോൺസ്ട്രേഷൻ. യൂട്യൂബിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. പുള്ളി പന്നിയിൽ കാണിച്ചു തന്നു, ശേഷം മങ്കിയിൽ കാണിച്ചു തന്നു. ഈ 2 ടെസ്റ്റും നോക്കുക. ശേഷം ഹ്യൂമണിൽ ശരിക്കും കാണിച്ചു തന്നു. ഇപ്പൊ അമേരിക്കയിൽ ഈ ചിപ്പ് വെക്കുന്നുണ്ട്. ഇപ്പൊ ചിപ്പ് വെക്കുന്നത് ആർക്കാണ്? FBI അപ്രൂവ് ചെയ്തിരിക്കുന്ന ആർക്കാണെന്ന് ചോദിച്ചാൽ പാരലൈസ് ചെയ്ത ആളുകൾക്കാണ് ഇത് അപ്രൂവ്. ഈ ചിപ്പ് വെക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ സ്കില്ലുകളും അതിന്റെ വേവ്സ് ഓൺലൈനിൽ നിന്ന് ഫിലിമൊക്കെ ഡൗൺലോഡ് മാറി നമ്മളെ ബ്രെയിനിലേക്ക്. ഒരു ആശാരിപ്പണി നമുക്ക് അറിയണമെങ്കിൽ ആശാരിപ്പണി നല്ല അറിയുന്ന ഒരാളുടെ ബ്രെയിനിന്റെ വേവ്സിനെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഈ ചിപ്പിലൂടെ നമുക്കും അത് ചെയ്യാൻ പറ്റും എന്ന ടെക്നോളജിയുടെ പേരാണ് ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ്. അപ്പൊ ഇനിയത്തെ ഒരു കാലഘട്ടത്തിലെ വിദ്യാഭ്യാസ രീതി കംപ്ലീറ്റ്ലി മാറി മറയും എന്നതാണ് ഇവിടെ ഇപ്പം കാണുന്ന ഒരു ലേണിംഗ് മോഡലല്ല. ഇപ്പൊ കാണുന്ന ലേണിംഗ് മോഡലിന്റെ ഒരു ലിമിറ്റേഷൻ ഞാൻ പറയാം. 1 size fits for all എന്ന എഡ്യൂക്കേഷൻ രീതിയാണ്. ഒരു ടീച്ചർ ഒരുപാട് ആളുകളെ പഠിപ്പിക്കുന്നു. AI വന്നു കഴിഞ്ഞാൽ ഇൻഡിവിജ്വലൈസ്ഡ് ഡൈനാമിക് കരിക്കുലം ഉണ്ടാകും. അതായത് ലോകത്തെ 8.5 ബില്യൺ ആളുകൾക്കും അവരുടേതായ ഒരു കരിക്കുലം, അവരുടെ കഴിവിനനുസരിച്ച് ഉണ്ടാക്കിയ ഒരു കരിക്കുലം. അപ്പൊ നമുക്ക് എന്താണ് എഡ്യൂക്കേഷനിൽ നമുക്ക് വേണ്ടത്? ഡീകോഡ് ദ ഇൻബോൺ പൊട്ടൻഷ്യൽ ഓഫ് എ ഹ്യൂമൻ ബീയിങ് ആണ്. അപ്പൊ നമ്മളിലെ കഴിവിനെ കണ്ടെത്തി തരും. നമ്മളെല്ലാം യുണീക്ലി ഗിഫ്റ്റഡ് ആണ്. ഓരോ വ്യക്തിയും യുണീക്ലി ഗിഫ്റ്റഡ് ആണ്, യുണീക്ലി ടാലന്റഡ് ആണ്. ആ വ്യക്തികളുടെ കഴിവിനെ ആര് കണ്ടെത്തി തരും? ഓരോ വ്യക്തിയുടെ കഴിവ്, ഓരോ വ്യക്തികൾക്കും ഓരോ കഴിവാണ്. ഇതെല്ലാം കണ്ടുപിടിച്ച് തരാൻ ഈ AIക്ക്, ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുന്ന സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ വീക്ക്നെസ്സിനെ എല്ലാം അത് സപ്പോർട്ട് ചെയ്യുകയും നമ്മുടെ കഴിവിനെ അത് മാക്സിമം അപ്ലൈ ചെയ്ത് നമ്മളെ കഴിവുകൾ മാക്സിമം അപ്ലൈ ചെയ്യുന്ന സമയത്താണ് നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത്.
അങ്ങനെ ഒരു വിദ്യാഭ്യാസ രീതിയിലേക്ക് ഇത് നമ്മളെ കൊണ്ടുപോകും എന്നതാണ്. ഇതൊരു നല്ല കാര്യമാണ് എഡ്യൂക്കേഷനിൽ. പിന്നീട് നമ്മളൊരു ഇപ്പോഴത്തെ സ്കൂൾ മോഡലൊക്കെ മാറി പ്രാക്ടിക്കൽ സ്കൂൾ മോഡലാണ് പുതുതായിട്ട് വരാം. ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ ഗുരുകുലം എഡ്യൂക്കേഷൻ 1.0 എന്ന് നമ്മൾ വന്ന് എഡ്യൂക്കേഷൻ 2.0 നമ്മൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ഒരു പ്രൊഡക്ഷൻ മാതിരി കുറെ കുട്ടികളെ ഗ്രൂപ്പുകളാക്കി ഓരോ ക്ലാസ്സിൽ ഇരുത്ത മോഡലായിരുന്നു. എഡ്യൂക്കേഷൻ 3.0 ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇൻഫോർമേഷൻ കംപ്ലീറ്റ്ലി അവൈലബിൾ ആയി നമ്മൾ 4.0 കടക്കുകയാണ്. പുതിയൊരു മോഡൽ എഡ്യൂക്കേഷൻ 5.0 4.0 നമ്മൾ അത് ഇമ്മീഡിയറ്റ്ലി രണ്ടെണ്ണം സംഭവിക്കാൻ പോകും. ഈ ഒരു രീതിയിലുള്ള എഡ്യൂക്കേഷൻ ആയിട്ട് മാറും എന്നുള്ളതാണ്.